സംഖ്യാപുസ്തകം ആമുഖം. തീനായ്മയിലെ എത്തിൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിൽ മൊഹാബ് താഴ്വരയിൽ എത്തുന്നവരെയുള്ള ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും 1 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ ഓരോ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് സംഖ്യ എന്ന പേർ പുസ്തകത്തിന് ലഭിച്ചത്. ഇസ്രായേൽ മക്കളിൽ യുദ്ധശേഷിയുള്ളവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ളവയായിരുന്നു കണക്കെടുപ്പിൻ്റെ ഉദ്ദേശം. മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ വർഷങ്ങളിലെ ചരിത്രം ദൈവത്തിന് മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന ജനത്തിന് ശിക്ഷയിലൂടെ ദൈവം നൽകുന്ന ശിക്ഷണത്തിന് സാക്ഷ്യം നൽകുന്നു. കാദേശ് ബർണയിൽ നിന്നും കാനാൻദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരിൽ ജോഷയും കാലേബും ഒഴികെ മറ്റെല്ലാവരും ഭീരുക്കളായി വർത്തിച്ചു. ശത്രുവിനെ ഭയന്ന അവർ ദൈവത്തിൻ്റെ കരുത്തിറ്റ കരത്തിൽ വിശ്വാസം അർപ്പിച്ചില്ല. ജോഷയും കാലേബും കാനാൻ ദേശത്ത് പ്രവേശിക്കും, അവിശുദ്ധരായവരിൽ ഒരുവൻ പോലും പ്രവേശിക്കില്ല എന്ന് അവിടുന്ന് അറിയിച്ചു. പാരാൻ മരുഭൂമിയിൽ കാദേശ് ബർണയ വരെ എത്തിയ അവർ കാനാൻ ദേശത്ത് നേരിട്ട് പ്രവേശിക്കാതെ ചെങ്കടലിന് നേരെ മരുഭൂമിയിലേക്ക് തിരിച്ചുപോയി. മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് അവർ മോവാബു താഴ്വരയിൽ എത്തി. കാനാൻ ദേശത്ത് പ്രവേശിക്കില്ലെന്ന് ദൈവം പറഞ്ഞിരുന്ന തലമുറ മുഴുവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞിരുന്നു. കോറാഹിൻ്റെയും അനുരജന്മാരുടെയും എതിർപ്പ്, പിത്തള സർപ്പം, ബാലാമിൻ്റെ പ്രവചനങ്ങൾ, പാറയിൽ നിന്നും മോശ ജലം പുറപ്പെടുവിക്കുന്നത് തുടങ്ങിയ സംഭവങ്ങൾ സംഖ്യാഗ്രന്ഥത്തിൽ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നതിനിടയിൽ വിവിധ നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നൽകിയിരിക്കുന്നു. ഘടന: 1 മുതൽ 10 വരെ 36. സീനാൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെടാൻ ഒരുക്കം. ജനസംഖ്യ കണക്കെടുപ്പ് 1-ാം അധ്യായം 1-4 49. വിവിധ നിയമങ്ങൾ 5-ാം അധ്യായം 1 മുതൽ 6 27. ബലികൾ, ലേവ്യരുടെ അഭിഷേകം 7 1 മുതൽ 8 26. പെസഹാചരണം. സീനായിൽ നിന്ന് യാത്ര തുടരുന്നു. 9-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ 36 11. 1 മുതൽ 22 1. സീനായ് മുതൽ മോവാബ് വരെയുള്ള യാത്ര. മരുഭൂമിയിലെ അനുഭവങ്ങൾ. കാനാൻ ദേശം ഒറ്റുനോക്കുന്നു 11. 1 മുതൽ 14 45. ബലിയർപ്പണം. പുരോഹിതരുടെയും ലേവ്യരുടെയും അധികാരം 15 1 മുതൽ 19 22. കാദേശ് മുതൽ മോവാബ് വരെയുള്ള യാത്ര 20. 1 മുതൽ 21 മുതൽ 35. 22 മുതൽ 2 മുതൽ 36 13. മോഹാബ് താഴ്വരയിൽ ബാലാമിൻ്റെ പ്രവചനങ്ങൾ 22. 1 മുതൽ 25 18. ജനസംഖ്യ കണക്കെടുപ്പ്. ബലികളും ഉത്സവങ്ങളും സംബന്ധിച്ച നിയമങ്ങൾ 25-ാം അധ്യായം 19 മുതൽ 30 വരെ. 17. മിദ്യാനിനെതിരെ യുദ്ധം 31 1 മുതൽ 32 വരെ വാക്യങ്ങൾ 42. ഈജിപ്റ്റ് മുതൽ മോവാബ് വരെയുള്ള യാത്രയുടെ സംക്ഷിപ്ത വിവരണം 33 അധ്യായം 1 മുതൽ 40 വരെ വാക്യങ്ങൾ. ജോർദാൻ കടക്കുന്നതിന് മുമ്പുള്ള നൽകുന്ന നിർദ്ദേശങ്ങളാണ് 33-ാം അധ്യായത്തിൽ 50 മുതൽ 36 വരെയും.